പുരുഷന്മാരും ഒരു കുടുംബവും. നല്ല വെയിലുള്ള ദിവസമായിരുന്നു അത്. നീണ്ട വെളുത്ത താടിയുള്ള 3 വൃദ്ധന്മാർ റോഡിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അവർ മനോഹരമായ ഒരു ചെറിയ വീട് കണ്ടു. വീട്ടിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. വൃദ്ധർ വാതിലിൽ മുട്ടി. ഒരു സ്ത്രീ വാതിൽ തുറന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഉണ്ടോ എന്ന് വൃദ്ധർ ചോദിച്ചു. ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഞാനും അമ്മായിയമ്മയും ഇവിടെയുണ്ട്. എൻ്റെ ഭർത്താവും മക്കളും വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങും. എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് ദയവായി എന്നെ അറിയിക്കുക. വൃദ്ധന്മാർ അവളോട് പറഞ്ഞു, എങ്കിൽ നിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. ആ സ്ത്രീ മറുപടി പറഞ്ഞു, പക്ഷേ നീ ക്ഷീണിതനും ദുർബലനുമാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം. നിനക്ക് കുറച്ച് വിശ്രമിക്കാം. അവര് പറഞ്ഞു, ഇല്ല, ഒരു കുഴപ്പവുമില്ല മോളെ. ഞങ്ങൾക്ക് വിശപ്പില്ല. ഞങ്ങൾക്ക് ഒന്നും ആവശ്യമില്ല. വൈകുന്നേരം വരെ കാത്തിരിക്കാം. 3 പേരും ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുകയും വൃദ്ധർ അവരോട് സംസാരിക്കുകയും ചെയ്തു. സമയം ഏകദേശം 6 മണിയായിരുന്നു. കുറഞ്ഞത് കുറച്ച് മദ്യമെങ്കിലും കഴിക്കാൻ സ്ത്രീ വീണ്ടും 3 പുരുഷന്മാരോടും അഭ്യർത്ഥിച്ചു. എന്നാൽ അവര് നിഷേധിച്ചു. ആ 3 പുരുഷന്മാർ ആരാണെന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കാത്തതിനാൽ സ്ത്രീയും അമ്മായിയമ്മയും കുട്ടികളും അല്പം സംശയത്തിലായിരുന്നു.